PSC വോയിസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ മലയാളി പുളിയാട അല്ലേ? അപ്പം നമുക്ക് അഭിമാനമായിട്ട് മാറിയ കുറച്ച് മലയാളികളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഒന്നാമത്തത്, ലോക ചെസ് റാങ്കിങ്ങിൽ ആദ്യ 50-ലെത്തിയ ആദ്യ മലയാളി താരമാണ് SL നാരായണൻ. ലോക ചെസ് റാങ്കിങ്ങിൽ ആദ്യ 50-ലെത്തിയ ആദ്യ മലയാളി താരം SL നാരായണനാണ്. അരുണാചൽ പ്രദേശിൽ നടക്കുന്ന ദേശീയ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിൽ യൂത്ത് ആൻഡ് ജൂനിയർ വിഭാഗങ്ങളിൽ ഇരട്ട സ്വർണം നേടിയ മലയാളി അമൃത പി സുനി. ദേശീയ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിൽ യൂത്ത് ആൻഡ് ജൂനിയർ വിഭാഗങ്ങളിൽ ഇരട്ട സ്വർണം നേടിയ മലയാളിയാണ് അമൃത പി സുനി. അപ്പോൾ 2 പോയിന്റുകൾ പറഞ്ഞു. ലോക ചെസ് റാങ്കിങ്ങിൽ ആദ്യ 50-ലെത്തിയ മലയാളി SL നാരായണനാണ്. ദേശീയ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിൽ യൂത്ത് ആൻഡ് ജൂനിയർ വിഭാഗത്തിൽ ഇരട്ട സ്വർണം നേടിയ മലയാളി അമൃത പി സുനി. 2024 റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ നയിക്കുന്ന മലയാളി വനിത ശ്വേത കെ സുഗതൻ. ഡൽഹി പോലീസിനെ നയിച്ച മലയാളി വനിതയാണ് ശ്വേത കെ സുഗതൻ. അതുപോലെ തന്നെ 75ാം റിപ്പബ്ലിക് ദിന ആഘോഷ പരിപാടികളിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത ബാലൻ ആരാണെന്ന് ചോദിച്ചാൽ പ്രണവാണ്. റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ നയിക്കുന്ന മലയാളി വനിത ശ്വേത കെ സുഗതനാണ്. 75ാം റിപ്പബ്ലിക് ദിന ആഘോഷ പരിപാടികളിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത ബാലൻ പ്രണവ്. 4 പോയിന്റുകൾ പഠിച്ചു. ഒന്നും കൂടെ പറയാം. ലോക ചെസ് റാങ്കിങ്ങിൽ ആദ്യ 50-ലെത്തിയ മലയാളി ആരായിരുന്നു? SL നാരായണനായിരുന്നു അല്ലേ? അരുണാചൽ പ്രദേശിൽ വെച്ച് നടന്ന ദേശീയ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിൽ ഇരട്ട സ്വർണം നേടിയത് ആരായിരുന്നു? അത് അമൃത പി സുനിയാണ്. 2024 റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ നയിക്കുന്ന ആ മലയാളി വനിത ശ്വേത കെ സുഗതൻ. ഡൽഹിയിൽ നടന്ന 75ാം റിപ്പബ്ലിക് ദിന ആഘോഷ പരിപാടികളിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത ബാലൻ പ്രണവ്. ജയ്പൂരിൽ നടന്ന റോയൽ മിസ് ഇന്ത്യ മത്സരം, ഇതിൽ കിരീടം നേടിയ മലയാളി ഋതു സാരംഗിലാൽ. റോയൽ മിസ് ഇന്ത്യ മത്സരത്തിൽ കിരീടം നേടിയ മലയാളി ഋതു സാരംഗിലാലാണ് കേട്ടോ. റോയൽ മിസ് ഇന്ത്യ, റോയൽ മിസ് ഇന്ത്യ മത്സരത്തിൽ കിരീടം നേടിയ മലയാളി ഋതു സാരംഗിലാൽ. ലോക്സഭാ സെക്രട്ടേറിയറ്റിലെ ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥനുള്ള പുരസ്കാരം നേടിയ മലയാളി പി മുരളീധരനാണ്. ലോക്സഭാ സെക്രട്ടേറിയറ്റിലെ ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥനുള്ള പുരസ്കാരം ആർക്കായിരുന്നു? പി മുരളീധരനാണ് കേട്ടോ. അപ്പോൾ റോയൽ മിസ് ഇന്ത്യ മത്സരത്തിൽ കിരീടം നേടിയത് ആരായിരുന്നടാ? അത് ഋതു സാരംഗിലാലാണ് അല്ലേ? എങ്കിൽ 2024 റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹി പോലീസിനെ നയിക്കുന്ന മലയാളി വനിത ശ്വേത കെ സുഗതനാണ്. ഓക്കെ, അടുത്തത്, കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിന്റെ ദേശീയ സ്റ്റാർട്ടപ്പ് പുരസ്കാരത്തിന് അർഹനായ മലയാളി സെബാസ്റ്റ്യൻ പി സേവ്യർ. ദേശീയ സ്റ്റാർട്ടപ്പ് പുരസ്കാരത്തിന് അർഹനായ മലയാളിയാണ് സെബാസ്റ്റ്യൻ പി സേവ്യർ. സ്റ്റാർട്ട് ആൻഡ് സേവ് അത് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. സ്റ്റാർട്ടപ്പ് പുരസ്കാരം ലഭിച്ച മലയാളി സേവ്യർ ആണ്. ഏത് സേവ്യറാ? സെബാസ്റ്റ്യൻ പി സേവ്യർ. ഇന്ത്യയിൽ ആദ്യമായി സിനിമയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഗായികയെ അവതരിപ്പിച്ച മലയാളി സംഗീത സംവിധായകൻ ഹിഷാം അബ്ദുൽ വഹാബ്. ഐഡിയ ശാസ്ത്രങ്ങളിലെ കണ്ടസ്റ്റന്റ് ഒക്കെ ആയിരുന്നു അല്ലേ? ഹൃദയം സിനിമയിലെ മ്യൂസിക് ഡയറക്ടറൊക്കെ ആയ ഹിഷാം അബ്ദുൽ വഹാബാണ് ഇന്ത്യയിൽ ആദ്യമായി സിനിമയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഗായികയെ അവതരിപ്പിച്ച മലയാളി സംഗീത സംവിധായകൻ. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിലെ വനിതകളുടെ ഷോട്ട്പുട്ടിൽ സ്വർണം നേടിയ മലയാളി താരം അനുപ്രിയ. ഷോട്ട്പുട്ടിൽ സ്വർണം നേടിയ മലയാളി താരം അനുപ്രിയ. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിലെ വനിതകളുടെ ഷോട്ട്പുട്ടിൽ സ്വർണം നേടിയ മലയാളി താരം അനുപ്രിയ. ഖേലോ ഇന്ത്യ യുവജന കായികമേളയിൽ സൈക്ലിംഗിൽ സ്വർണം നേടിയ മലയാളി താരം അലനിസ് ലില്ലി. സൈക്ലിംഗിൽ സ്വർണം ആർക്കായിരുന്നു? അലനിസ് ലില്ലിക്കാണ്. എന്നാൽ ഷോട്ട്പുട്ടിൽ സ്വർണം നേടിയത് ആരായിരുന്നു? അനുപ്രിയയാണ് അല്ലേ? ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ വനിതകളുടെ ഷോട്ട്പുട്ടിൽ സ്വർണം നേടിയത് അനുപ്രിയയാണ്. ഖേലോ ഇന്ത്യ യുവജന കായികമേളയിൽ സൈക്ലിംഗിൽ സ്വർണം നേടിയ താരം അലനിസ് ലില്ലി. ഡോക്ടർ BR അംബേദ്കർ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ബാബാ സാഹേബ് സ്റ്റേറ്റ് അവാർഡിന് അർഹനായ മലയാളി ചെറുവയൽ രാമൻ. എല്ലാവർക്കും അറിയാം അല്ലേ? ചെറുവയൽ രാമൻ 2023 പത്മശ്രീ പുരസ്കാരമൊക്കെ നേടിയ ഒരു ആദിവാസി കർഷകനാണ് അല്ലേ? നെല്ലിനങ്ങളുടെ ജീൻ ബാങ്കർ, 45 ഇനത്തോളം നെല്ല് കൃഷിയൊക്കെ ചെയ്യുന്ന ഒരു കർഷകനാണ് ചെറുവയൽ രാമൻ. അപ്പോൾ അദ്ദേഹത്തിന് ഒരു പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. എന്താണ്? ഡോക്ടർ BR അംബേദ്കർ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ബാബാ സാഹേബ് സ്റ്റേറ്റ് അവാർഡാണ് ചെറുവയൽ രാമൻ ലഭിച്ചത്. ഓസ്ട്രേലിയൻ പ്രതിരോധ സേനയുടെ ചരിത്രത്തിലെ ആദ്യ ഇന്ത്യൻ ചാപ്ലിൻ ക്യാപ്റ്റനായി നിയമിതയായ മലയാളിയാണ് സ്മൃതി M കൃഷ്ണ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദ ഫസ്റ്റ് ഇന്ത്യൻ ഫീമെയിൽ ചാപ്ലിൻ ക്യാപ്റ്റൻ ഇൻ ഓസ്ട്രേലിയൻ ഡിഫൻസ് ആരാണ്? അത് സ്മൃതി M കൃഷ്ണയാണ് കേട്ടോ.
ആദ്യ ഇന്ത്യൻ ചാപ്ലെയിൻ എവിടെയാണ്? ഓസ്ട്രേലിയൻ പ്രതിരോധ സേനയിലാണ്. സ്മൃതി എം കൃഷ്ണ. അപ്പോൾ പഠിച്ച പോയിന്റുകളൊക്കെ നമുക്ക് ഒന്നുകൂടെ ഓർത്തെടുക്കാം. ഞാൻ പേര് പറയാം, അദ്ദേഹം എന്തിലാണ് പ്രശസ്തി നേടിയത് എന്ന് പറഞ്ഞാൽ മതി. അമൃത പി സുനി. എന്തായിരുന്നു അമൃത പി സുനി? ദേശീയ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിൽ യൂത്ത് ആൻഡ് ജൂനിയർ വിഭാഗത്തിൽ ഇരട്ട സ്വർണം നേടിയ ആളായിരുന്നു അല്ലേ അമൃത പി സുനി. അങ്ങനെയാണെങ്കിൽ പ്രണവ് ആരായിരുന്നു? പ്രണവ് കേരളത്തെ പ്രതിനിധീകരിച്ച് 75 റിപ്പബ്ലിക്കൻ ആഘോഷ പരിപാടികളിൽ പങ്കെടുത്ത ബാലനാണ് പ്രണവ്. എങ്കിൽ എസ്.എൽ. നാരായണൻ. ലോക ചെസ് റാങ്കിങ്ങിൽ ആദ്യ 50-ലെത്തിയ മലയാളിയാണ് എസ്.എൽ. നാരായണൻ. റിപ്പബ്ലിക്കൻ പരേഡിൽ ഡൽഹി പോലീസിനെ നയിച്ച മലയാളി വനിത ആരായിരുന്നു? ശ്വേത കെ സുഗതനാണ്. റോയൽ മിസ് ഇന്ത്യ മത്സരത്തിൽ കിരീടം നേടിയത് റോയൽ ഋതു സാരംഗിലാൽ. ലോക്സഭാ സെക്രട്ടേറിയറ്റിലെ ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥനുള്ള പുരസ്കാരം നേടിയ മലയാളി പി മുരളീധരൻ. കേന്ദ്ര വാണിജ്യ മന്ത്രാലയത്തിന്റെ ദേശീയ സ്റ്റാർട്ടപ്പ് പുരസ്കാരം സ്റ്റാർട്ട് സേവിയർ. ഏത് സേവിയറാ? സെബാസ്റ്റ്യൻ പി സേവിയർ. സിനിമയിൽ AI ഗായിക, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഗായികയെ അവതരിപ്പിച്ച ആദ്യത്തെ സംഗീത സംവിധായകൻ ഹിഷാം അബ്ദുൾ വഹാബാണ് അല്ലേ. പിന്നെ ഖേലോ ഇന്ത്യയെ കുറിച്ച് എന്തോ പറഞ്ഞായിരുന്നല്ലോ. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ വനിതകളുടെ ഷോട്ട് പുട്ടിൽ സ്വർണം നേടിയതാണെങ്കിൽ അനുപ്രിയ. ഷോട്ട് പുട്ട് അനുപ്രിയ. ഖേലോ ഇന്ത്യ യുവജന സൈക്ലിങ്ങിൽ സ്വർണം നേടിയത് അലനിസ് ലില്ലിയാണ്. ചെറുവയൽ രാമനന്ദ് പുരസ്കാരം കിട്ടിയേ ബാബാ സാഹേബ് സ്റ്റേറ്റ് അവാർഡാണ് അല്ലേ. ഡോക്ടർ അംബേദ്കർ ഫൗണ്ടേഷൻ നൽകുന്ന ബാബാ സാഹേബ് സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചത് ചെറുവയൽ രാമനാണ്. പിന്നെ ഓസ്ട്രേലിയൻ പ്രതിരോധ സേനാ ചരിത്രത്തിലെ ആദ്യ ഇന്ത്യൻ ചാപ്ലെയിനായ മലയാളിയാണ് സ്മൃതി എം കൃഷ്ണ. അപ്പോൾ ഇത്രയും പോയിന്റുകൾ ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ചോദ്യം കാണുമ്പോൾ ഉറപ്പായിട്ട് ഓർമ്മ വരും. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതിൻ്റെ അടുത്ത പാർട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ക്ലാസ് കേട്ട എല്ലാവർക്കും താങ്ക്